ഇന്ന് സിനിമയെ കാണുന്നത് ആ സിനിമയിൽ അഭിനയിക്കുന്ന നായകൻ്റെ ജാതി എന്ത്, മതമെന്ത്, രാഷ്ട്രീയമെന്ത്. എനിക്കൊരു രാഷ്ട്രീയമുണ്ടെങ്കിൽ എൻ്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായി നിൽക്കുന്നവൻ നല്ല നടൻ. എൻ്റെ രാഷ്ട്രീയത്തിന് എതിരായി നിന്നാൽ അവൻ തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ. അവൻ സംഘി, അവൻ കൊങ്ങി, അവൻ കമ്മി, അവൻ മൂരി, അവൻ സുഡാപ്പി, ഇങ്ങനെയുള്ള പേരുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ചെളിവാരി എറിയുന്ന ഒരു പ്രേക്ഷക സംസ്കാരമാണ് ഇന്നുള്ളത്. നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന നടൻ അവൻ ഏത് മതത്തിൽപ്പെട്ടവൻ. മലയാള സിനിമയെ ഇന്ന് സ്വന്തം കാലിൽ നിലനിർത്തുന്ന രണ്ട് മഹാനടന്മാരെയാണ് അവർ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഈ വിറകുള്ളി എടുത്ത് ഫാൻസ് ഈ രണ്ട് കാലുകളിലായി തല്ലി ഒടിക്കുമ്പോൾ, ആദ്യ ദിവസം സിനിമയുടെ ഡീഗ്രേഡിങ് നടക്കുമ്പോൾ അവർ തല്ലി ഒടിക്കുന്നത് തങ്ങളുടെ എതിരാളിയുടെ കാലുകളല്ല, മറിച്ച് മലയാള സിനിമ എന്ന മഹാ ഇൻഡസ്ട്രിയുടെ കാലുകളാണ് ഇവർ തല്ലി ഒടിക്കുന്നത്. ബാലൻ കെ നായർ എന്ന മഹാനടൻ MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ KS സേതുമാധവന്റെ സംവിധാനത്തിൽ ഓപ്പോൾ എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി. അതേ ബാലൻ കെ നായരെ റോസ്ബെൽറ്റ് മണിയുടെയോ KS ഗോപാലകൃഷ്ണന്റെയോ സിനിമയിലെ കള്ളക്കടത്തുകാരനായും കൊള്ളത്തലവനായും വരുമ്പോൾ ഇവിടെ ആരും നല്ല നടനായിട്ട് അംഗീകരിച്ചിട്ടില്ല. നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനശ്വര നടഞ്ചേനെ കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയൻ സാറിന്റെ 86ാമത് ജന്മദിനത്തോട് അനുബന്ധിച്ച് ജയദീപം ജയൻ ഫാൻസ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജന്മദിന ആഘോഷ ചടങ്ങിൽ ചലച്ചിത്ര നിരൂപകൻ ശ്രീ റോയ് VT പുനലൂരാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ. ജയൻ മലയാള സിനിമയുടെ ഇതിഹാസ നായകൻ, ഒരിക്കലും അണയാത്ത ദീപം, എന്നെന്നും ആവേശം. ആ മാസ്മരിക പ്രഭാവത്തിൻ്റെ പിൻബലത്തിലാണ് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം വരെയും പരസ്പരം യാതൊരു വിധത്തിലും പരിചിതരല്ലാതിരുന്ന നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരേ കൂരയ്ക്ക് കീഴിൽ അണിനിരന്നിട്ടുള്ളത്. കേവലം 1.5 വർഷം മാത്രമാണ് ഒരു നായകൻ എന്ന നിലയിൽ ജയൻ എന്ന നടൻ ജീവിച്ചിരുന്നത്. അന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും നിലവിലുണ്ടായിരുന്ന ഒരു മൾട്ടി സ്റ്റാർ ട്രെൻഡിനനുസരിച്ച് മിക്ക സിനിമകളിലും വിവിധ നായകന്മാർ ഒന്നിച്ചഭിനയിക്കുന്ന രീതിയായിരുന്നു. അമിതാഭ് ബച്ചൻ്റെ 75-85 കാലഘട്ടത്തിലെ സിനിമകൾ എടുത്താൽ പോലും ഒരൊറ്റ സിനിമയിൽ പോലും അദ്ദേഹം തനിച്ച് നായകനല്ല. ധർമ്മേന്ദ്രയോ ജിതേന്ദ്രയോ ശത്രുഘ്ൻ സിൻഹയോ വിനോദ് ഖന്നയോ ഋഷി കപൂറോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ 2-3 പേര് ഒന്നിച്ചുള്ള സിനിമകളാണ്. മലയാളത്തിലും നസീർ, മധു, സോമൻ, സുകുമാരൻ, അല്ലെങ്കിൽ വിൻസെൻ്റ്, സുധീർ, രവികുമാർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒന്നിച്ചുള്ള സിനിമകളാണ് അന്ന് വരുന്നത്. തെലുങ്കിലാകട്ടെ NT രാമറാവു അല്ലെങ്കിൽ നാഗേശ്വര റാവു, അവർക്കൊപ്പം കൃഷ്ണയും ശോഭൻ ബാബുവും കൃഷ്ണം രാജുവും ചന്ദ്രമോഹനും അതുപോലെ ഒരുപാട് നടന്മാർ ഒന്നിച്ചഭിനയിക്കുന്ന സിനിമകൾ. തമിഴിലും MGR രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ശിവാജി ഗണേശൻ്റെ ഒരു നേതൃത്വത്തിൽ അന്നത്തെ യുവതലമുറയിലെ താരങ്ങളായ വിജയകുമാറും ജയഗണേഷും ശ്രീകാന്തും കമലഹാസനും രജനീകാന്തും, ഇതിലൊക്കെ എല്ലാം ഒരു 2-3 താരങ്ങൾ ഒന്നിച്ചണി നിരക്കുന്ന സിനിമകളാണ് എല്ലാ ഭാഷയിലും ഉണ്ടാകുന്നത്. മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യ മൊത്തം ഒരു മൾട്ടി സ്റ്റാർ ട്രെൻഡ് നിലനിന്നിരുന്ന കാലഘട്ടമാണ്. മലയാളത്തിൽ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ 74 മുതൽ രംഗത്ത് വന്ന് 76-78 കാലഘട്ടത്തിൽ വില്ലനായി സജീവമായി 79 ജനുവരി 12 റിലീസായ അങ്കക്കുറി എന്ന സിനിമയിലൂടെ ആദ്യം നായകനായി. എന്നാൽ ആ സിനിമയിൽ ഒറ്റയ്ക്ക് നായകനായില്ല, 2 നായകന്മാരിൽ ഒരാളായി മാറി. പിന്നീട് നായക തുല്യമായ വില്ലൻ വേഷം പ്രതിനായകനായി ശരഭഞ്ചരം വന്നു. പല നടന്മാരുമൊത്ത് നായകവേഷം പങ്കിട്ടുകൊണ്ട് അഭിനയിച്ചു. അദ്ദേഹം മാത്രം നായകനായ, ജയൻ എന്ന ഒരു നടൻ മാത്രം നായകനായി ഒരു സോളോ ഹീറോ എന്ന നിലയിൽ സ്വതന്ത്ര നായകനായ ആദ്യ ചിത്രം 1979 ജൂൺ മാസത്തിൽ പുറത്തിറങ്ങിയ അവനോ അതോ അവളോ എന്ന ചിത്രമാണ്. ആ ദിവസം മുതൽ 1980 നവംബർ 16 വരെ കേവലം 1.5 വർഷം മാത്രമാണ് ഒരു നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞത്. 1.5 വർഷത്തിനുള്ളിൽ അന്ന് അദ്ദേഹത്തിന് വലിയ ക്ലാസിക് സിനിമകളൊന്നും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ചുവടുറപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു നടന് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതല്ലാതെ എല്ലാ ക്ലാസിക് സിനിമകളുടെയും ഭാഗമാകാൻ കഴിയില്ലല്ലോ. അന്നത്തെ സാധാരണ സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അന്നത്തെ 1.5 വർഷത്തിലെ സാധാരണ സിനിമകളുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം 4.5 പതിറ്റാണ്ടിന് ശേഷവും തലമുറകൾക്കിപ്പുറവും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ജനിച്ച ആളുകളും അവരുടെ മക്കളും അടങ്ങുന്ന വിവിധ തലമുറകളെ ത്രസിപ്പിക്കുന്ന ഒരു മഹാപ്രതിഭാസമാണ് ജയൻ എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.
ഒരുപാട് സവിശേഷതകളും പ്രത്യേകതകളും അവകാശപ്പെടാനുള്ള ഒരു നടനാണ് ജയൻ. അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയിലൊരു വേറിട്ട വ്യക്തിത്വം നമുക്ക് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞത് മുഖത്തെ മാംസപേശികളുടെ ചലനം കൊണ്ട് മാത്രം അഭിനയിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഊർജ്ജസ്വലവും പ്രസരിപ്പുമുള്ള ഒരു ശരീരഭാഷ കൂടി, ബോഡി ലാംഗ്വേജ് അതുകൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു അഭിനയ ശൈലിയാണ് ജയൻ എന്ന നടൻ കാഴ്ചവെച്ചത്. അത് ഒരു പുതുമയായിരുന്നു. മലയാള സിനിമ അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു പുതുമ. അന്നോളമെന്നല്ല, ഇന്നും അതിന് സമാനമായ മറ്റൊരു ഉദാഹരണം നമുക്ക് എടുത്തു കാണിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ പലപ്പോഴും അമിതാഭിനയത്തിലേക്ക് പോയിട്ടില്ല. വളരെ നിയന്ത്രിതമായ അളവിൽ കണ്ണിൻ്റെയും കൃഷ്ണമണിയുടെയും പുരികക്കൊടിയുടെയും കവിൾത്തടങ്ങളുടെയും ഒക്കെ ചെറു ചലനങ്ങളിലൂടെ തൻ്റെ ഭാവത്തെ നിയന്ത്രിതമായ അളവിൽ മാത്രം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപക്വമായ ഒരു അഭിനയ ശൈലിയാണ് ജയൻ കാഴ്ചവെച്ചത്. പക്ഷേ അദ്ദേഹത്തെ ഒരു മികച്ച നടനായി അംഗീകരിക്കാൻ ഇവിടുത്തെ ബുദ്ധിജീവികൾ ഒരു കാലത്തും തയ്യാറായിട്ടില്ല. ജയൻ എന്ന നടൻ ഒരു സ്റ്റണ്ട് നടൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മസിൽമാൻ മാത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതിനും അപഹസിക്കുന്നതിനും ഒരു വലിയ വിഭാഗം പ്രേക്ഷക സമൂഹം പണ്ടുകാലം മുതൽ ഇന്നുവരെയും തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വിമർശകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ബുദ്ധിജീവി ആണോ അല്ലയോ എന്നുള്ളതല്ല, അവർക്ക് ബുദ്ധിയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കപട ബുദ്ധിജീവി നാട്യം. അതിന് അവർ ചെയ്യുന്നത് എന്താ, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ എഴുതുന്ന കുറേ ബുദ്ധിജീവി സിനിമകൾ ഏതൊക്കെ അത് കണ്ട് അതാണ് നല്ലത്, സ്വന്തം ആസ്വാദനക്ഷമതയെ പണയം വെച്ചുകൊണ്ട് ക്ലാസിക് സിനിമകളുടെ ഭാഗമായിട്ടുള്ള എല്ലാം നല്ലത്, കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായിട്ടുള്ളതെല്ലാം മോശം, അങ്ങനെ ചിത്രീകരിക്കാനുള്ള ഒരു വ്യഗ്രത പണ്ട് മുതലേ ഉണ്ട്. പലപ്പോഴും ഇവിടുത്തെ ബുദ്ധിജീവികൾ ഒരു നടൻ്റെ അല്ലെങ്കിൽ നടിയുടെ അഭിനയം വിലയിരുത്തുന്നത് ആ നടൻ്റെ യഥാർത്ഥ പ്രതിഭ നോക്കിയിട്ടല്ല. വളരെ വിചിത്രമായ ഒരു സംഭവം, ഒരു അനുഭവമായിട്ട് തോന്നുന്നത്, ഒരു നടൻ ആരുടെ സിനിമയിൽ അഭിനയിക്കുന്നു ആ സിനിമയുടെ സ്വഭാവം എന്ത്, അത് നോക്കിയാണ് ഒരു നടൻ്റെയോ നടിയുടെയോ അഭിനയം ഇവിടെ നല്ലതാണോ മോശമാണോ എന്ന് വിലയിരുത്തുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ അരവിന്ദൻ്റെയോ കെ ജി ജോർജിൻ്റെയോ ഭരതൻ്റെയോ പത്മരാജൻ്റെയോ ഒക്കെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു ക്ലാസിക് സ്പർശം ഉണ്ടാകുന്നതുകൊണ്ട് അതിൽ അഭിനയിച്ചാലെല്ലാം നല്ലത്. അതേ നടൻ ക്രോസ് ബെൽറ്റ് മണിയുടെയോ കെ എസ് ഗോപാലകൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ ആഷാ ഖാൻ്റെയോ അതല്ലെങ്കിൽ പി കെ ജോസഫിൻ്റെയോ വേണുവിൻ്റെയോ എ ബി രാജിൻ്റെയോ സിനിമകളിൽ അഭിനയിച്ചാൽ അത് മോശം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ബാലൻ കെ നായർ എന്ന മഹാനടൻ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ കെ എസ് സേതുമാധവൻ്റെ സംവിധാനത്തിൽ ഓപ്പോൾ എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി. അതേ ബാലൻ കെ നായരെ ക്രോസ് ബെൽറ്റ് മണിയുടെയോ കെ എസ് ഗോപാലകൃഷ്ണൻ്റെയോ സിനിമയിലെ കള്ളക്കടത്തുകാരനായും കൊള്ളത്തലവനായും വരുമ്പോൾ ഇവിടെ ആരും നല്ല നടനായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ നടനായിട്ട് അംഗീകരിക്കുന്നത് ആ സിനിമ എടുക്കുന്ന സംവിധായകരാര്, അതിനുവേണ്ടി തിരക്കഥ എഴുതുന്നവർ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സിനിമയുടെ ക്ലാസിക് സ്പർശം അത് വെച്ചിട്ടാണ് നടനെ വിലയിരുത്തുന്നത്. എന്നാൽ രണ്ട് തരം സിനിമകളിലും അഭിനയിക്കുന്നത് ഒരേ നടൻ തന്നെയാണ്, ഒരേ മുഖത്ത് തന്നെയാണ് ഭാവപ്രകടനം വരുന്നത് എന്ന യാഥാർത്ഥ്യം ഇവിടെ ആരും തിരിച്ചറിയുന്നില്ല. അച്ഛൻ കുഞ്ഞെന്ന നടൻ ഭരതനും പത്മരാജനും ഒന്നിക്കുമ്പോൾ ആ സിനിമയ്ക്ക് സ്വാഭാവികമായ ഒരു ക്ലാസിക് സ്പർശമുണ്ടാകും. ലോറിയിലെ വേലൻ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിന് മികച്ച നടനായി ഇവിടെ അംഗീകരിക്കപ്പെട്ടു. എന്നാൽ അതേ അച്ഛൻ കുഞ്ഞ് മറ്റ് സിനിമകളിൽ അഭിനയിച്ചപ്പോൾ എന്തുകൊണ്ട് ഇവരാരും അംഗീകരിക്കുന്നില്ല? ഒരു സിനിമ എടുക്കുന്ന സംവിധായകൻ, അദ്ദേഹം സർഗതനായ ഒരു സംവിധായകനാണെങ്കിൽ, പ്രതിഭാതനായ ഒരു എഴുത്തുകാരനാണെങ്കിൽ, എം ടിയും ജോൺ പോളും പത്മരാജനും ലോഹിതദാസും അതുപോലെയൊക്കെയുള്ള എഴുത്തുകാരുടെ സൃഷ്ടിയിൽ അഭിനയ മുഹൂർത്തങ്ങൾ ഉള്ളപ്പോൾ ആ സിനിമയുടെ നിലവാരം നോക്കി ഇവിടെ നായകനെ അല്ലെങ്കിൽ നടനെ ഒക്കെ വിലയിരുത്തുന്നു. അല്ലാതെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അഭിനയം എന്ത് എന്നിവിടെ ആരും പരിഗണിക്കുന്നില്ല. അത്തരം ബുദ്ധിജീവി നാട്യക്കാരുടെ ഒരു അംഗീകാരവും ആവശ്യമില്ലാതെ സാധാരണ ജനങ്ങളുടെ മാത്രം പിന്തുണ കൊണ്ട് കാലങ്ങൾ കടന്നും ആരാധിക്കപ്പെടുന്ന ഒരു നടനാണ് ജയൻ. അദ്ദേഹം ഓരോ സിനിമയിലും തൻ്റെ അഭിനയ ശൈലി മെച്ചപ്പെടുത്തിക്കൊണ്ടുവരികയായിരുന്നു. 1974 കണ്ട ജയനല്ല 78-ൽ നിന്നും ജയൻ 79 നായകനായപ്പോൾ അദ്ദേഹത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. 79 നായകനായ ആ പുതിയ വെളിച്ചവും ആവേശവും ഒക്കെ വന്നപ്പോഴുള്ള നായകനിൽ നിന്നും 80 എത്തുമ്പോൾ അദ്ദേഹം കൂടുതൽ യുവത്വമാകുന്നു. ഒരു നായകൻ്റെ ദീർഘകാലം നിലനിൽക്കാനുള്ള എല്ലാ സവിശേഷതകളും തൻ്റെ സ്വന്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഈ വിമർശകർ പലരും അദ്ദേഹത്തെ പറ്റി പറയുന്നത്
ജയൻ എന്ന നടൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരു 1-1.5 വർഷം കഴിയുമ്പോൾ അങ്ങ് ഔട്ടായി പോയേനെ. അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരണപ്പെട്ടതുകൊണ്ടാണ് ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം അങ്ങ് വിസ്മൃതിയിൽ ആണ്ടുപോയേനെന്നും. ഞാനെന്ന് പറയട്ടെ, ഒരു നടൻ, ജയനെന്നല്ല ഏതൊരു നടനാകട്ടെ, XY, ഒരു നടൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആരാധിക്കപ്പെടണമെന്നെങ്കിൽ അത് മരണം കൊണ്ട് മാത്രമല്ല, പ്രത്യേക സാഹചര്യത്തിലുള്ള മരണം കൊണ്ട് ഒരുപക്ഷെ ഒരു ഞെട്ടലുണ്ടായേക്കാം, ഒരു സഹതാപം ഉണ്ടായേക്കാം, ഒരു അവിശ്വസനീയത ഉണ്ടായേക്കാം. എന്നാൽ മരണശേഷവും അദ്ദേഹം ആരാധിക്കപ്പെടണമെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിലേ ആരാധിക്കപ്പെടുകയുള്ളൂ. ജയൻ എന്ന നടന് തൻ്റെ നായക പരിവേഷം ദീർഘകാലം നിലനിർത്താനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശക്തമായ ഫാൻസ് പിൻബലമുള്ള ഒരു നടന് തൻ്റെ ഓരോ സിനിമയും തൻ്റെ ഹീറോയിസം പരിപോഷിപ്പിച്ചുകൊണ്ട് തൻ്റെ നായക ഇമേജിന് നിരക്കാത്ത കഥാപാത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ദീർഘകാലം നായകനായി തുടരാൻ കഴിയും. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന്, അദ്ദേഹത്തിൻ്റെ ശാരീരിക ക്ഷമത നിലനിർത്തുക എന്നുള്ളതാണ്. പലരും പറയും സോമനും സുകുമാരനും ഒക്കെ ഔട്ടായിപ്പോയി, അതുകൊണ്ട് ആ സമയമാകുമ്പോൾ ജയൻ അങ്ങ് ഔട്ടായനെ. സോമനും സുകുമാരനും അല്ലെങ്കിൽ പ്രേംനസീറും അതുമൊക്കെ ശാരീരിക ക്ഷമത ഒരു നായകൻ ആവശ്യമായ വിധത്തിൽ നിലനിർത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ വിൻസെൻറ്റും രാഘവനും രതീഷും ശങ്കറും ഒക്കെ നായകനായി അഭിനയിക്കുന്ന കാലത്ത് ഇമേജ് നോക്കാതെ സഹനടനായും വില്ലനായും ചെറിയ വേഷങ്ങളിലും ഒക്കെ അഭിനയിച്ച് അവർ തങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയത് നായകൻ്റെ പ്രതീതിയോടെ അല്ല. എന്നാൽ ജയൻ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം വളരെ കരുതലോടെ തന്നെയാണ് തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയത്. അക്കാലത്ത് വളരെ പ്രഗത്ഭനായ പ്രമുഖനായ ഒരു പത്രപ്രവർത്തകൻ ശ്രീ കഴക്കൂട്ടം ത്യാഗരാജൻ ഒരു ഇൻ്റർവ്യൂ ചെയ്തത് അന്ന് ജയൻ പറഞ്ഞ അഭിപ്രായം. പിന്നീട് അദ്ദേഹം അതൊരു പുസ്തകമായി ഇറക്കി. പലരുടെയും കയ്യിൽ ഈ പഴയ കോപ്പികളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളവരുണ്ടാകുമല്ലോ. അതിൽ പറയുന്നത്, കുട്ടിക്കാലത്ത് പിരിഞ്ഞു പോയിട്ട് വളരുമ്പോൾ കണ്ടുമുട്ടി അച്ഛനെ കൊന്ന വില്ലനോട് പ്രതികാരം ചെയ്യാൻ പോകുന്ന സഹോദരന്മാരിൽ ഒരാളായി ചില കടപ്പാടുകളുടെയൊക്കെ പേരിൽ 1980 ഡിസംബർ 31 വരെ നിന്നുകൊടുക്കേണ്ടതായി വരും. എന്നാൽ 81 ജനുവരി 1 മുതൽ പുതിയ ഒരു സ്ലേറ്റിൽ തുടങ്ങും. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹം പിന്നീട് ചെയ്യേണ്ടിയിരുന്ന പ്രോജക്റ്റുകൾ. തുഷാരം പോലെ, സംഘർഷം പോലെ, അല്ലെങ്കിൽ ഹരിഹരൻ സാർ കഴിഞ്ഞ വർഷം കോഴിക്കോട് പറഞ്ഞതുപോലെ ചക്രവർത്തി, അങ്ങനെ വലിയ പ്രോജക്റ്റുകൾ, പി ചന്ദ്രകുമാറിൻ്റെ കർണൻ, അങ്ങനെ വമ്പൻ പ്രോജക്റ്റുകളിലേക്കാണ് അദ്ദേഹം കടക്കുന്നത്. ഗർജന ഉൾപ്പെടെയുള്ള പല സിനിമകൾ. ഞാനീ പറഞ്ഞത് അദ്ദേഹം തൻ്റെ കരിയർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റേതായ ഒരു ഫാൻ പവർ നിലനിർത്തുകയും അതോടൊപ്പം ശാരീരിക ക്ഷമത പുലർത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് മലയാള സിനിമയുടെ വിപണി മൂലം ഉയർത്തുന്ന വിധത്തിലുള്ള വമ്പൻ സിനിമകൾ, അതിന് തമിഴിനും തെലുങ്കിനും ആവശ്യമുള്ള പല തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തിയിരുന്നു. നമ്മുടെ പോൾസൺ പുതുക്കാട്, അന്തരിച്ച പോൾസൺ പുതുക്കാട് ഒരിക്കൽ പറഞ്ഞത്, പോൾസൺ പുതുക്കാട് എന്ന നടൻ ചെറിയ വേഷങ്ങളുമായിട്ടൊക്കെ ജയനെന്ന് അദ്ദേഹത്തിനോടൊപ്പം ഒരു സന്തത സഹചാരിയായി, സഹായിയായി മിക്കവാറും റൂമിലൊക്കെ ഒപ്പം ഉണ്ടാകുന്ന ആളാണ്. അപ്പോൾ ഈ പോൾസൺ പുതുക്കാട് കുറച്ച് കാലത്തിന് മുമ്പ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞത്, രാത്രികാലങ്ങളിൽ പ്രത്യേക ഒരു മാസ്റ്ററെ വരുത്തി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നെന്നാണ്. അതായത് അദ്ദേഹം ഭരതനാട്യമോ മോഹിനിയാട്ടോ കളിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. തെലുങ്കിലും തമിഴിലുമൊക്കെ സിനിമയ്ക്ക് ആവശ്യമായ, കൊമേഴ്സ്യൽ സിനിമയ്ക്ക് ആവശ്യമായ, നായികയുമായിട്ടുള്ള ഡ്യുവറ്റിന് ആവശ്യമായ ആ ഒരു ഡാൻസ്, അത് അദ്ദേഹം വളരെ രഹസ്യമായി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. വളരെ നല്ല രീതിയിൽ ഗാനരംഗങ്ങൾ അഭിനയിക്കാൻ കഴിയുന്ന ഒരു താളബോധമുള്ള നർത്തകൻ കൂടിയാണ് ജയൻ. അതിൻ്റെ തെളിവാണ് ഈ സർപ്പത്തിലെ 7-ാം മാളികമേലെ, അല്ലെങ്കിൽ ലവ് ഇൻ സിംഗപ്പൂരിലെ ഗാനങ്ങൾ, മനുഷ്യമൃഗത്തിലെ അജന്ത ശില്പങ്ങളെ, എല്ലാത്തിനും ഉപരിയായി ഗർജനത്തിലെ തമ്പുരാട്ടി നിൻ കൊട്ടാരത്തിൽ, ഇതൊക്കെ. അപ്പോൾ അദ്ദേഹം രാത്രികാലങ്ങളിൽ പ്രത്യേകമായി ഡാൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നു. അദ്ദേഹം ബീച്ചിൽ കഴിയുന്നിടത്തോളം ദിവസങ്ങളിൽ രാത്രി ഈ കുതിരസവാരിയിൽ അദ്ദേഹം അഗ്രഗണ്യൻ തന്നെയാണ്. പക്ഷേ ഒരു ഹരം എന്ന നിലയിൽ തന്നെ അദ്ദേഹം കുതിരസവാരിക്ക് പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഒരു സൂപ്പർ ഹീറോ, അമാനുഷിക നായകൻ ചെയ്യേണ്ടതിനെല്ലാം അദ്ദേഹം പ്രത്യേക ജാഗ്രത പുലർത്തിയിരുന്നു. അതേപോലെ ശാരീരികമായ ഫിറ്റ്നസ് നിലനിർത്തി അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു നടൻ എങ്ങനെയാണ് ഔട്ടാവുക? ഒരു നടൻ തൻ്റെ ശാരീരികമായ ഫിറ്റ്നസ് നിലനിർത്തുകയും നായകൻ ആവശ്യമായ ആ ശാരീരികക്ഷമത നിലനിർത്തുന്നിടത്തോളം കാലം, തൻ്റെ ഹീറോ ഇമേജ് പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നിടത്തോളം കാലം, തൻ്റെ ആരാധകരെ നിലനിർത്തുന്നിടത്തോളം കാലം ആ നടന്
ഒരു ട്രെൻഡ് മാറ്റത്തിലും പുറത്താക്കാൻ കഴിയില്ല, ഔട്ടാകില്ല, ഫീൽഡ് ഔട്ടാകില്ല. അതിൻ്റെ കാരണം ഈ പലരും പറയുന്നത് ഈ അച്ഛനെ കൊല്ലുന്നതിൻ്റെ പ്രതികാരത്തിൻ്റെ ആ ട്രെൻഡൊക്കെ മാറിയാൽ ജയനങ്ങ് ഔട്ടായനെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാൻ പറയുന്നതല്ല, ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. 1985 നവംബർ 16 മമ്മൂട്ടിയാണ് വിട്ടുപിരിഞ്ഞതെങ്കിൽ ആളുകൾ പറയുമോ ബേബി ശാലിനി വളരുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിദ്ധാരണ മൂലം പിരിഞ്ഞിരുന്നിട്ട് പിന്നീട് ഒന്നിക്കുന്ന ആ ഒരു കുടുംബകഥയുടെ ട്രെൻഡ് അങ്ങ് മാറുമ്പോൾ മമ്മൂട്ടിയെ എല്ലാവരും മറന്നുപോയനെ, അദ്ദേഹം ഔട്ടായനെന്ന് പറഞ്ഞാൽ അതൊരു അബദ്ധമല്ലേ? ഞാനത് അദ്ദേഹത്തിൻ്റെ ആരാധകരെ വേദനിപ്പിക്കാൻ പറയുന്നതല്ല, ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് അതിൻ്റെ പോസിറ്റീവായ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ എടുക്കണം. അന്ന് മോഹൻലാലാണ് അങ്ങനെയൊന്നും സംഭവിച്ചതെങ്കിൽ ഈ കൂട്ടുകാരോടൊപ്പം ചേർന്ന് പെണ്ണുങ്ങളെ കമൻ്റടിച്ച് നടക്കുന്ന പൂവാലിനായിട്ടുള്ള വേഷം ചെയ്യാനുള്ള പ്രായം കഴിയുമ്പോൾ മോഹൻലാൽ അങ്ങ് ഔട്ടായി പോയനെ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഒരു നടൻ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനെ പുറത്താക്കാൻ ട്രെൻഡ് മാറ്റത്തിന് സാധ്യമല്ല. ഏതൊരു നടനും പുതിയ നടന്മാരുടെ വരവും പോക്കും തന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഒരു നടൻ ഔട്ടാവുന്ന അദ്ദേഹത്തിന് നായകനാകാനുള്ള ശാരീരിക ക്ഷമത ഇല്ലാതാവുന്ന ഘട്ടത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന അതിൽ പാളിച്ച വരുമ്പോൾ. അമിതാഭ് ബച്ചൻ പോലും മിഥുൻ ചക്രവർത്തിയും മറ്റേ ഋഷി കപൂറും അല്ലെങ്കിൽ സഞ്ജയ് ദത്തും അനിൽ കപൂറും ഒക്കെ വന്നപ്പോൾ, ജാക്കി ഷ്രോഫും എല്ലാം വന്നപ്പോൾ അമിതാഭ് ബച്ചൻ ഔട്ടായതല്ല. അദ്ദേഹത്തിന് നായകനാകാനുള്ള ശാരീരിക ക്ഷമത ഇല്ല എന്ന് സ്വയം ഒരു തോന്നൽ വന്നപ്പോൾ ഇനി എനിക്ക് തൽക്കാലം നായക വേഷങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധയാ പിന്മാറിയതാണ്, അല്ലാതെ ഡിമാൻഡ് കുറഞ്ഞതല്ല. വിജയകാന്തും സത്യരാജും ശരത് കുമാറും ഉൾപ്പെടെയുള്ളവരൊക്കെ വരുമ്പോൾ രജനീകാന്ത് ഔട്ടായതല്ല. അതുകൊണ്ട് ഈ പുതിയവർ വന്നാൽ ജയനങ്ങ് ഔട്ടായി പോയനെ എന്ന് പറയുന്നതും മണ്ടത്തരമാണ്. പുതിയവരൊക്കെ വരുന്നത് കൊണ്ടൊന്നും അങ്ങനെ ഒലിച്ചു പോകുന്ന ഒരാളല്ല ജയൻ. ജയൻ എന്ന നടന് അദ്ദേഹത്തിൻ്റേതായ കുറേ പ്രത്യേകതകളുണ്ട്. അത് തൻ്റെ താരമൂല്യം നിലനിർത്താൻ കഴിയുന്ന വിധത്തിലാണ്. പിന്നെ പുതിയവർ വന്നാൽ അങ്ങ് ഒലിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഈ പുതിയവർ ഇതിലേക്കൂടെ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ പുതിയ തലമുറക്കാർ ജയന് ശേഷം ഒരു പുതിയ തലമുറ ചുവടുറപ്പിച്ച് അവരുടേതായ ഒരു അടിത്തറ പണിതുണ്ടാക്കിയ കാലഘട്ടം 1981-85 കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന വൻ ശക്തികൾ ഈ പുതിയ തലമുറക്കാരെ ഉയർത്തിക്കൊണ്ടുവന്ന സംവിധായകരാരാണ്? IV ശശി, PG വിശ്വംഭരൻ, ജോഷി. ഇവരുടെയൊക്കെ സിനിമകളിലൂടെയാണ് ഈ പുതിയവർ കടന്നു വരുന്നത്. ഈ 3 സംവിധായകരുടെയും ഒരു കരിയർ പരിശോധിച്ചാൽ തങ്ങളുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു സൂപ്പർ താരത്തിനെ കിട്ടിയാൽ അത് വിട്ട് സുരക്ഷിതമായ ഒരു സാധ്യത വിട്ട് മറ്റ് പുതിയവരെ പരീക്ഷിക്കാൻ പോകുന്ന ആൾക്കാരല്ല ഇവരാരും. അങ്ങനെ വരുമ്പോൾ IV ശശി, തുഷാരവും അതുപോലെയുള്ള വമ്പൻ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ജയനെ മറന്നുകൊണ്ട് പുതിയ തലമുറക്കാർക്ക് വേണ്ടി മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലേക്ക് നായകന് പ്രാധാന്യം, പുതിയ തലമുറക്കാരെ പരീക്ഷിക്കുന്ന സിനിമകളിലേക്ക് IV ശശി പോകുമോ? ജോഷിക്ക് മൂർഖനിലൂടെ ഒരു വലിയ ബ്രേക്ക് കിട്ടിയപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് തുടരുകയല്ലേ ചെയ്യുന്നത്. PG വിശ്വംഭരൻ തന്നെ ജയനുമായി ചാകര ചെയ്തു. പിന്നീട് സംഘർഷവും സ്ഫോടനവും ഒക്കെ ജയനെ വെച്ച് ചെയ്യാനിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, ജയനില്ലാത്ത സാഹചര്യത്തിലാണ് പുതിയ താരങ്ങളെ വെച്ചുകൊണ്ട് സ്ഫോടനമൊക്കെ എടുക്കുമ്പോൾ ഒരു നടനെ മാറ്റി അപ്പുറത്തോട്ടിടുന്നു, അപ്പുറത്തെ നടന് വേണ്ടി വേറൊരു നടനെ കൊണ്ടുവരുന്നു. ജയനില്ലെങ്കിൽ ഈ കൊമേഴ്സ്യൽ സിനിമയിലേക്ക് ഈ മാറ്റവും മറിച്ചിലും ജയനുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അവിടെ ഈ പുതിയവർ ഇതിലേക്കൂടാണ് വരുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പുതിയവർ വന്നോട്ടെ, അവരൊക്കെ വരുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ വന്നാലും അവർക്ക് മുകളിൽ ജയൻ ഒരു സൂപ്പർ ഹീറോ ആയി നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പലരും പറയും ജയൻ ഒരു നല്ല നടനല്ല, അദ്ദേഹം സ്റ്റണ്ട് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്, മസിൽ കാണിച്ചാണ് പിടിച്ചു നിൽക്കുന്നത്. ഈ നല്ല നടനാണോ അല്ലയോ എന്നുള്ളത് ഏതെങ്കിലും ചില ബുദ്ധിജീവികളുടെ പ്രശംസാപത്രത്തിലൂടെ അടയാളപ്പെടുത്തുന്നതല്ല. ഒരു ഓട്ട മത്സരമാണെങ്കിൽ ആരാണ് മുന്നിലെത്തുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു ഗുസ്തി മത്സരമാണെങ്കിൽ ആരെ കീഴ്പ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആ നടൻ്റെ അഭിനയം, ഈ നടൻ്റെ അഭിനയം നല്ലതാണോ മോശമാണോ എന്ന് വേറൊരാൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകനും അവൻ്റേതായ ആസ്വാദനക്ഷമതയും അഭിരുചിയുമുണ്ട്. അതനുസരിച്ച് ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിലാണ് ഒരു നടൻ്റെ അഭിനയം നല്ലതാണോ മോശമാണോ എന്ന് വരുന്നത്. അവിടെ ഏതെങ്കിലും ബുദ്ധിജീവികൾ, കപട ബുദ്ധിജീവി നാട്യക്കാർ ജയൻ്റെ അഭിനയം നല്ലതാണെന്ന് ഒരു പ്രശംസാപത്രം പുതുതായി നൽകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ക്ലാസിക് സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു നായകനായിട്ട് 1.5 വർഷം മാത്രം നിന്ന നടന് അതിനുശേഷം അദ്ദേഹത്തിന് ആയുസ് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് തൻ്റെ ചുരുങ്ങിയ കാലം കൊണ്ട്
അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അരവിന്ദിൻ്റെയും കെ ജി ജോർജിൻ്റെയും ഭരതൻ്റെയും പത്മരാജൻ്റെയും എം ടിയുടെയും ജോൺ പോളിൻ്റെയും ഒന്നും സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ് മുഖ്യമായും ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും ഒരു ചേഞ്ചിന് വേണ്ടി ഇടയ്ക്കൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യുമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിൻ്റെ നിലവിൽ കാണുന്നതിനേക്കാൾ ഉദാത്തമായ അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് മുന്നിൽ പ്രകടമാകുമായിരുന്നു. സഫാരി ചാനലിലെ ചരിത്രം എന്നിലൂടെ പരിപാടിയിലൂടെ ഒരിക്കൽ ജോൺ പോൾ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. ഈ മദ്രാസിലെ ഹോട്ടൽ മുറിയിൽ ഹോട്ടലിൽ ഇവർ അടുത്തടുത്ത മുറികളിലാണ് താമസിക്കുന്നത്, ജയനും ജോൺ പോളും. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഇവർ തമ്മിൽ സിനിമാ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ജയൻ പറയും, ജോണെ എനിക്ക് വേണ്ടി നല്ല വ്യത്യസ്തമായ കഥകൾ എഴുതൂ, പ്രൊഡ്യൂസറെ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ സഹായിക്കാം, ആരിഫ് ഹസനോട് ഞാൻ പറയാം, ജോൺ എഴുത്. അപ്പോൾ ജോൺ പോൾ പറയുന്നു, ഹസന് വേണ്ടത് സ്റ്റണ്ട് പടമല്ലേ, അത് ഹസൻ ഇഷ്ടമുള്ള ആളിനെ കൊണ്ട് എഴുതിക്കട്ടെ, ഞാൻ വേറെ ടൈപ്പ് കഥ എഴുതാം, ജയനെ നല്ല രീതിയിലുള്ള കഥകൾ ഞാൻ എഴുതി തരാം. അങ്ങനെ അവരെ തമ്മിൽ ഒന്നിക്കാനുള്ള ഒരു സാധ്യത വളരെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ജോൺ പോളിനെ പോലെയുള്ള ഒരു തിരക്കഥാകൃത്ത് ജയന് വേണ്ടി എഴുതുമ്പോൾ ജോൺ പോളിൻ്റെ സൗഹൃദ വലയത്തിലുള്ള ഭരതൻ, മോഹൻ തുടങ്ങിയ സംവിധായകരുടെ കൈകളിലേക്കാണ് ജയനെ പോലൊരു നടൻ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയിൽ നമുക്ക് വളരെ വലിയൊരു മാറ്റം കാണാൻ കഴിയും. എ ബി രാജിൻ്റെയും വേണുവിൻ്റെയും പി കെ ജോസഫിൻ്റെയും സിനിമകളിൽ അഭിനയിക്കുന്ന ജയനെ ആയിരിക്കില്ല അപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ പത്മരാജൻ്റെ സിനിമകൾ, പത്മരാജൻ എന്ന ഒരു തിരക്കഥാകൃത്ത് മാറി സംവിധായകനാകുമ്പോൾ അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രോത്സാഹനം നൽകിയ പ്രൊഡ്യൂസർമാരാരാണ്? പ്രേംപ്രകാശും രാജൻ ജോസഫും. രാജൻ ജോസഫ് ആരാണ്? ജോസ് പ്രകാശിൻ്റെ മകൻ. രാജൻ ജോസഫും ജയനുമായുള്ള ബന്ധം എന്താണ്? അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഈ ജോസ് പ്രകാശിൻ്റെ കുടുംബവുമായി ജയനുള്ള ബന്ധം വളരെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായി ആ ഒരു കുടുംബത്തിൽ നിന്നും ഒരു സിനിമ എടുക്കുമ്പോൾ ജയൻ എന്ന നടനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സിനിമ വരുന്നത്. അപ്പോൾ പത്മരാജൻ ഈ പ്രേംപ്രകാശുമായിട്ടൊക്കെയുള്ള വളരെ വലിയ അടുപ്പം ആകുമ്പോൾ ഈ ജയനും പത്മരാജനും തമ്മിലുള്ള സിനിമകൾക്കും സാധ്യത തെളിയുകയാണ്. ഈ പുതിയ തലമുറയിലെ അല്ലെങ്കിൽ അതിനുശേഷമുള്ള തലമുറയിലെ പല നടന്മാരെയും സൂപ്പർ താരങ്ങളാക്കിയ ഡെന്നിസ് ജോസഫിനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ വരുന്നത് എങ്ങനെയാണ്? രാജൻ ജോസഫുമായുള്ള ബന്ധത്തിലൂടെ. രാജൻ ജോസഫിൻ്റെ കസിനാണ് ഡെന്നിസ് ജോസഫ്. ജോസ് പ്രകാശിൻ്റെ സഹോദരിയുടെ മകളാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ രാജൻ ജോസഫിൻ്റെ ഒരു സൗഹൃദ വലയത്തിലുള്ള ജയനിലൂടെ ഒക്കെ ആ ഒരു സൗഹൃദ വലയത്തിലൂടെ ഡെന്നീസ് ജോസഫിനെ പോലുള്ള ഒരു പുതുമയുള്ള എഴുത്തുകാരൻ സിനിമയിലേക്ക് വരുമ്പോൾ ജയൻ എന്ന താരത്തിൻ്റെ സിനിമകളിലൂടെ ആയിരിക്കും ഡെന്നീസ് ജോസഫിനെ പോലെയുള്ളവർ വളരുന്നത്. അവിടെയൊക്കെയാണ് ജയൻ ജീവിച്ചിരുന്നാൽ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉയരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ജയൻ്റെ നഷ്ടം എത്രത്തോളം വലുതായിരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഈ വിമർശകർ പലരും പറയും ജയൻ സ്റ്റണ്ട് കാണിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഒരു ആക്ഷൻ ഹീറോ മാത്രമാണ്, മസിൽമാൻ മാത്രമാണ്. അദ്ദേഹത്തെക്കാൾ നന്നായി സ്റ്റണ്ട് ചെയ്യുന്നവർ അന്ന് വേറെയും പലരും ഉണ്ടല്ലോ. സിലോൺ മനോഹറും ജഗ്ഗുവും ഒക്കെ ജയനേക്കാൾ നന്നായി സ്റ്റണ്ട് ചെയ്യുന്നവരല്ലേ. എന്തുകൊണ്ട് അവർ ഹീറോ ആയില്ല, സൂപ്പർ ഹീറോ ആയില്ല? മസിലുള്ളത് കൊണ്ടാണ് ജയൻ ഹീറോ ആയത്, അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ മസിലുള്ളവരെല്ലാം സൂപ്പർ സ്റ്റാർ ആവുകയാണെങ്കിൽ കുണ്ടറ ജോണിയും ഭീമൻ രഘുവും സൂപ്പർ സ്റ്റാർ ആകേണ്ടതല്ലേ? അപ്പോൾ അതെന്താ സൂപ്പർ സ്റ്റാർ ആകാത്തത്? അപ്പോൾ അതിനെല്ലാം ഉപരി ഈ മസിലൊക്കെ വേണം. മസിലുള്ളവനെ മസിൽ കാണിക്കാൻ പറ്റൂ. മസിലില്ലാത്തവനെ നമുക്ക് കുറ്റം പറയാം, മസിലില്ലാത്തവന് മസിലുള്ളവനെ കുറ്റം പറയാമെന്നല്ലാതെ അത് മസിലും ആ ശാരീരികക്ഷമതയൊക്കെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ അതിനപ്പുറം പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു മാസ്മരിക പ്രഭാവം തൻ്റെ അഭിനയ ശൈലിയിൽ പുലർത്തുവാൻ ജയന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നടൻ ഇന്നും വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും സോഷ്യൽ മീഡിയയിലടക്കം ഒരു വലിയ വിഭാഗം ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം, അത്തരക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു ഇഷ്ടതാരമുണ്ട്. അത് ആരോ ആകട്ടെ, എക്സ് ഓർ വൈ. ആ ഇഷ്ടതാരത്തേക്കാൾ കൂടുതൽ പ്രഭാവത്തോടെ, കൂടുതൽ അമാനുഷിക പരിവേഷത്തോടെ, സൂപ്പർ ഹീറോയിസത്തോടെ ജയൻ വാഴ്ത്തപ്പെടുമ്പോൾ അവർക്ക് സ്വാഭാവികമായ ഒരു അസഹിഷ്ണുത ഉണ്ടാകുന്നു. അപ്പോൾ അവർ ജയനെ കുറ്റം പറയുന്നു. ജയൻ ഉണ്ടായിരുന്നെങ്കിൽ ഔട്ടായി പോയനെ, അല്ലെങ്കിൽ മരിച്ചതുകൊണ്ടാണ് ജയൻ ഓർമ്മിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ ജയൻ സ്റ്റണ്ട് നടനാണ്, മസിലുകാരന്, അല്ല വേറെ നല്ല നടനൊന്നും അല്ല എന്നൊക്കെ. ഇവരുടെ ഒന്നും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. സാധാരണ ജനങ്ങൾ ജയൻ എന്ന നടനെ ഹൃദയത്തിലേറ്റുവാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷവും പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ആ നടൻ ആരാധിക്കപ്പെടുന്നുണ്ട്. തലമുറകൾ കടന്നും അദ്ദേഹം ആരാധിക്കപ്പെടുന്നുണ്ട്. അതൊരു വലിയ നേട്ടം തന്നെയാണ്, അതൊരു മഹാപ്രതിഭാസം തന്നെയാണ്. ഇതിനെല്ലാം ഉപരി ആ നടനോടും ആ കാലഘട്ടത്തിനോടും എനിക്കുള്ള ഒരു പ്രത്യേകത, ജയൻ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് സജീവമായിരുന്നത് ഒരു സുവർണ കാലഘട്ടത്തിലാണ്. ആ സുവർണ കാലഘട്ടം എന്താണെന്ന് വെച്ചാൽ, ഈ സുവർണ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ പലരും പല കാലഘട്ടത്തെ പറയും.
ചിലരൊക്കെ 90കളാണ് മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയും, ചിലർ 2000 പറയും. അത് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഒരു കാലഘട്ടം ഉണ്ടാകും. അവരവരുടെ ബാല്യ കൗമാരങ്ങൾ, കൂട്ടുകാരോടൊപ്പം ചിരിച്ചുല്ലസിച്ച് സിനിമകൾ കാണാൻ പോകുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അവരുടേതായ ഇഷ്ടതാരങ്ങളുടെ ഏറ്റവും മികച്ച സിനിമകൾ, ഏറ്റവും വലിയ ഹിറ്റുകൾ വരുന്ന ഒരു കാലഘട്ടം, അതൊക്കെയാണ് ഓരോരുത്തർക്കും വ്യക്തിപരമായി അവരവരുടെ സുവർണ്ണ കാലഘട്ടം. അത് അവരുടെ വ്യക്തിപരമായ ഒരു നിരീക്ഷണം മാത്രം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ വ്യക്തിപരമായ കാലഘട്ടം, സുവർണ്ണ കാലഘട്ടമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ജയന് ശേഷം വന്ന നടന്മാരിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന വിജയകാന്തിൻ്റെ സിനിമകൾ കൂടുതലായി വന്ന കാലഘട്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സുവർണ്ണ കാലഘട്ടം. ആഴ്ചയിൽ 7 ദിവസവും വിജയകാന്തിൻ്റെ സിനിമ പോയി കാണുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടം, അല്ലെങ്കിൽ ടീനേജിലൊക്കെ വരുന്ന ആ ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വ്യക്തിപരമായ ഫാനിസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ വളർച്ചയെ നിരീക്ഷിക്കുകയാണെങ്കിൽ വിപ്ലവകരമായ മാറ്റങ്ങളും പുരോഗമനപരമായ വളർച്ചയും ഉണ്ടായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1970 മുതൽ 85 വരെയുള്ള ഒരു 15 വർഷക്കാലമാണ്. 70-85. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ കാലഘട്ടത്തിലും ചില നഷ്ടങ്ങളുണ്ട്. അത് ഞാൻ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യന് നിയന്ത്രിക്കാൻ സാധ്യമാകാത്ത, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്ന പ്രകൃതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനിവാര്യമായ ചില നഷ്ടങ്ങളാണ്. സത്യൻ, വിജയശ്രീ, ബാബുരാജ്, വയലാർ, റാണി ചന്ദ്ര, PJ ആൻ്റണി, ശോഭ, ജയൻ, വളരെ വലിയ നഷ്ടങ്ങളാണ്. ആ നഷ്ടങ്ങളൊക്കെ നമുക്ക് മനുഷ്യന് നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല എങ്കിൽ പോലും അവരുടെ ഒക്കെ നഷ്ടം യാഥാർത്ഥ്യമാണ്. എന്നാൽ അതോടൊപ്പം അവർ നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ട് ആ സർഗ സംഭാവനകളുടെ പേരിൽ നമുക്ക് ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്താം. മലയാള സിനിമ മുട്ടിലിഴഞ്ഞു തുടങ്ങുന്ന കാലഘട്ടം, ഈ വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും ബാലനും ഒക്കെ വന്ന അതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ വർഷത്തിൽ ഒരു സിനിമ, അല്ലെങ്കിൽ 2-3 വർഷം ചേരുമ്പോൾ ഒരു സിനിമ എന്ന ആ ഒരു രീതിയിൽ നിന്നും മലയാള സിനിമ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതും പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതും 50കളുടെ തുടക്കത്തിലാണ്. മദിരാശിയിലെ കോടമ്പാക്കത്ത് തളം കെട്ടി നടന്ന മലയാള സിനിമയെ മലയാളക്കരയുടെ മണ്ണിലേക്ക് പറിച്ചു നട്ട് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന മഹത്തായ കോട്ട കൊത്തളങ്ങൾ പടുത്തുയർത്തിയ 2 മഹാപ്രസ്ഥാനങ്ങളുണ്ട്, ഉദയായും മെരിലാൻഡും. ഉദയായുടെ കുഞ്ചാക്കോ, മെരിലാൻഡിൻ്റെ സുബ്രഹ്മണ്യം. ഇവർ രണ്ടും അല്ലാതെ അതിന് പുറമെ മറ്റ് വേറെ ഒരു പ്രമുഖരായ രാമു കാര്യാട്ട്, P. ഭാസ്കരൻ, TK പരീക്കുട്ടി, ഇങ്ങനെ മറ്റൊരു നിര. അപ്പോൾ ഇവരുടെയൊക്കെ സർഗപരമായ സംഭാവനകളിലൂടെ ഉണ്ണിയാർച്ചയും ഹരിചന്ദ്രയും ജീവിത നൗകയും നല്ലതങ്കയും നീലക്കുയിലും അടക്കമുള്ള സിനിമകളിലൂടെ മലയാള സിനിമ 50കളിൽ തന്നെ പിച്ച വെച്ച് നടന്നു തുടങ്ങി. 60കളിലായപ്പോൾ അതിന് കുറേ കൂടി മാറ്റമുണ്ടായി. ഏറ്റവും മികച്ച സാഹിത്യ സൃഷ്ടികൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ് 60കൾ. വയലാറിൻ്റെയും ദേവരാജൻ്റെയും യേശുദാസിൻ്റെയും P. സുശീലയുടെയും ഒക്കെ കൂട്ടായ്മയിലുള്ള മനോഹര ഗാനങ്ങൾ, ബാബുരാജ്, അതുപോലെ ദക്ഷിണാമൂർത്തി, K. രാഘവൻ, അഭിനേതാക്കളായി തന്നെ സത്യനും നസീറും മാത്രം നിന്നിടത്തേക്ക് മധുവിനെ പോലുള്ള കരുത്തന്മാർ വരുന്നു. ചെമ്മീൻ പോലെയുള്ള മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ മാസ്റ്റർ പീസ് സിനിമ ഇറങ്ങുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്കുള്ള മാറ്റങ്ങൾ 60കളിൽ ഉണ്ടാകുന്നു. കണ്ടം വെച്ച കോട്ട്, മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ. അതിനുശേഷം ശബരിമല, ശ്രീ അയ്യപ്പൻ, അങ്ങനെ എന്തോ ഒരു സിനിമയും കൂടെ ഇറങ്ങിയിട്ട് 3ാമതാണ് ചെമ്മീൻ വരുന്നത് കളറിൽ. അപ്പോൾ 60കളിൽ തന്നെ കളർ സിനിമ വന്നു തുടങ്ങി. പക്ഷേ അവിടെ നിന്നെല്ലാം ഒരു മാറ്റം, ഒരു ഗതിവേഗം സിനിമയ്ക്കുണ്ടാകുന്നത് 70 മുതലാണ്. 70 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തിൽ മലയാള സിനിമയിലുണ്ടായ മാറ്റം നമുക്ക് ഒറ്റവാക്കിൽ പറയാവുന്നതല്ല. സിനിമയുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു. മലയാള സിനിമയിൽ 2-3 നായകന്മാർ മാത്രം ഉണ്ടായിരുന്നിടത്ത് 60കളിൽ 3 നായകന്മാർ, 50കളിൽ 2 നായകന്മാർ, 60കളിൽ 3 നായകന്മാർ, അതിലൊരാൾ 70കളുടെ തുടക്കത്തിൽ തന്നെ നഷ്ടമാകുന്നു. പക്ഷേ 70കളിൽ ഒരു പുതിയ താരനിര ഉണ്ടായി വരുന്നു. പ്രേംനസീറും മധുവും 2 നെടുംതൂണുകളായി നിൽക്കുമ്പോഴും അവരുടെ തൊട്ടു പിന്നാലെ ഒരു പുതിയ യുവനിര വരുന്നു. അതിന് പുതിയവർക്ക് അവസരം കിട്ടുക എന്നുള്ളതൊരു വലിയ നേട്ടമാണ്. വിൻസെൻ്റ്, രാഘവൻ, സുധീർ, രവികുമാർ, ജോസ്, കമലഹാസൻ, സോമൻ, സുകുമാരൻ, അതുപോലെ 70കളിൽ തന്നെ വന്ന് 80കളിൽ ചുവടുറപ്പിച്ചു തുടങ്ങിയവർ ഗോപി, നെടുമുടി വേണു, മമ്മൂട്ടി, രതീഷ്, ശങ്കർ, മോഹൻലാൽ. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് ജയൻ എന്ന നടനും വന്നത് 70കളുടെ മധ്യത്തിൽ.
ആ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സിനിമയുടെ എണ്ണം കൂടുന്നു. പലരും വിചാരിക്കും ഈ സിനിമയുടെ എണ്ണം കൂടി ചവറ് പോലെ സിനിമയുടെ എണ്ണം കൂടിയുണ്ടെന്ത് കാര്യം, അതിന് ഗുണനിലവാരം ഉണ്ടാകണ്ടേ. സിനിമയുടെ എണ്ണം വളരെ പ്രധാനമാണ്. കാരണം നടനോ സംവിധായകനോ മാത്രമല്ല സിനിമയുടെ എണ്ണം കൊണ്ട് ഗുണമുണ്ടാകുന്നത്. ആ സിനിമയെ ആശ്രയിച്ച് കഴിയുന്ന നൂറുകണക്കിന് കലാകാരന്മാരുണ്ട്, നൂറുകണക്കിന് തൊഴിലാളികളുണ്ട്. തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നു. 70കളിലൊക്കെയാണ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോലും തിയേറ്ററുകൾ കൂടുതലായി ഉണ്ടാകുന്നത്. ഈ പണ്ടൊക്കെ നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിൽ വയൽവരമ്പിലൂടെയും തോട്ടിൻ്റെ കരയിലൂടെയൊക്കെ നടന്നു പോവുകയും കറണ്ടില്ലാത്ത വീടുകൾ 8 മണിക്ക് മണ്ണെണ്ണ വിളക്ക് അണച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാത്ത ഒരു കാലഘട്ടത്തിൽ അകലെയുള്ള റിലീസ് സെൻറ്ററിൽ പോയി 100 ദിവസം ഒരു സിനിമ ഓടിപ്പിക്കാനൊന്നും പറ്റുന്ന കാലമല്ല. അതുകൊണ്ട് അന്നത്തെ സിനിമകൾ വളരെ വേഗം തിയേറ്ററുകളിൽ നിന്ന് മാറി മാറി ഗ്രാമപ്രദേശങ്ങളിലെത്തും. കൂടുതൽ തിയേറ്ററുകൾ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാകുന്നു. അകലെയുള്ള റിലീസ് സെൻറ്ററിൽ ഒറ്റയ്ക്ക് പോയി കാണുന്ന പ്രേക്ഷകൻ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തൊരു തിയേറ്റർ വരുമ്പോൾ കുടുംബസമേതം പോയി കാണുന്നു. അന്നത്തെ സിനിമകൾ കൂടുതൽ പ്രേക്ഷകർ കണ്ടിരുന്നു. ഇന്നത്തെ സിനിമയ്ക്ക് ഈ കോടികളുടെ കിലുക്കമുണ്ടെങ്കിൽ അത് ടിക്കറ്റ് ചാർജിൻ്റെ വലിപ്പം കൊണ്ടാണ്. എന്നാൽ അന്ന് കൂടുതൽ പ്രേക്ഷകർ കാണുന്നത് കൊണ്ടാണ് സിനിമ വിജയിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടുതൽ സിനിമ തിയേറ്ററുകൾ കേരളത്തിൽ ഉണ്ടായി വരുന്നു. കൂടുതൽ സിനിമകളുണ്ടാകുന്നു, കൂടുതൽ തിയേറ്ററുകളുണ്ടാകുന്നു. അതിലൂടെ കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ സിനിമയ്ക്ക് സാമ്പത്തികമായ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്ന കാലഘട്ടമാണ് 70കൾ. ഒരു പണിയും ചെയ്യാത്ത സർക്കാരിന് പോലും ഈ സിനിമകളിലൂടെ ടാക്സും കിട്ടുന്നു. അതോടൊപ്പം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന വളരെ കലാപരമായ മികവുള്ള സിനിമകളുടെ ഒരു തുടർക്കഥ 70കളിലാണ് ഉണ്ടാകുന്നത്. 60കളിൽ തന്നെ ചെമ്മീൻ പോലെയുള്ള സിനിമകളിൽ കൂടെ മലയാള സിനിമ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടുവെങ്കിലും ഈ അവാർഡ് നിർണയത്തിലും മറ്റും മലയാള സിനിമയുടെ നേട്ടങ്ങൾ ഒരു തുടർക്കഥയാകുന്നത് 70കളിലാണ്. അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ സംവിധായകർ ചുവടുറപ്പിക്കുന്നത് 70കളിലാണ്. 85 വരെയുള്ള കാലഘട്ടത്തിലാണ് അവരുടെ ഒരു സുവർണ്ണ കാലഘട്ടമായി പറയാവുന്നത്. KG ജോർജ്, ഭരതൻ, പത്മരാജൻ ഇവരെല്ലാം വരുന്നത് ഈ പറയുന്ന 70കളിലാണ്. മലയാള സിനിമ തുടർച്ചയായി ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നത് 70കളിലാണ്. സാങ്കേതികപരമായ വളർച്ചകളുണ്ടാകുന്നത് 70കളിലാണ്. സിനിമയുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് 70കളിലാണ്. ഒരു വർഷം 30-40 സിനിമകൾ ഇറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് 50 മുകളിലേക്ക് സിനിമകൾ, 60 മുകളിൽ സിനിമകൾ, 90-ലേറെ സിനിമകൾ, 100 മുകളിൽ സിനിമകൾ, 78-79 ആകുമ്പോൾ 150 സിനിമകളോളം, 80 ആകുമ്പോൾ 150ഓളം സിനിമകളാണ് ഒരു വർഷം. സിനിമയുടെ എണ്ണം എപ്പോഴും ഗുണകരം തന്നെയാണ്. ആ സിനിമയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് പേർക്ക് അവസരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സുവർണ്ണ കാലഘട്ടം, സാങ്കേതികമായ പുതുമകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും പരിപൂർണമായും കളറിലേക്ക് മാറുന്നു. സിനിമാസ്കോപ്പ് ആദ്യമായി വരുന്നു, ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ് സുവർണ്ണ കാലഘട്ടം. ടെക്നോവിഷൻ ആദ്യമായി വരുന്നു, ഈ പറഞ്ഞ സുവർണ്ണ കാലഘട്ടമാണ്. 70mm ആദ്യമായി വരുന്നു, ഈ പറഞ്ഞ സുവർണ്ണ കാലഘട്ടത്തിലാണ്. 3D മലയാളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പുതുമ സംഭാവന ചെയ്ത് മലയാളം സാരഥ്യം വഹിച്ച ഒരു സിനിമയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. കേരളത്തിൻ്റെ അതിരുകൾക്കപ്പുറം ആ സിനിമ രാജ്യത്തിൻ്റെ എല്ലാ കോണിലും വിജയക്കൊടി നാട്ടുന്നു. കേരളത്തിൽ ഒരു റിലീസ് കേന്ദ്രത്തിൽ 365 ദിവസം അഥവാ ഒരു വർഷം തികച്ചോടുന്ന സിനിമ. 1984 ഓണക്കാലത്ത് റിലീസായത് 85ൻ്റെ ഓണക്കാലം വരെയും ഒരു വർഷം തികച്ചോടുന്ന ആ സിനിമയോടുകൂടി തന്നെ മലയാള സിനിമ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു. 70കളുടെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഗതിവേഗം അതിൻ്റെ ഒരു പരിപൂർണ വളർച്ചയിലേക്ക് 85ഓടുകൂടി എത്തിക്കഴിഞ്ഞു. ആ 85-ലെത്തിയ പരിപൂർണ വളർച്ചയുടെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ ഓരോരുത്തരും അവരവരുടേതായ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും അവരവർക്ക് അത് സുവർണ്ണ കാലഘട്ടമായി മാറുകയും ചെയ്യുന്നത്. അതാണ് ആ സുവർണ്ണ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ആ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ് ജയൻ. ഈ സുവർണ്ണ കാലഘട്ടം എന്ന് ഞാൻ പറയുമ്പോൾ അത് സിനിമയുടെ മാത്രം സുവർണ്ണ കാലഘട്ടമല്ല, പ്രേക്ഷകൻ്റെയും കൂടി സുവർണ്ണ കാലഘട്ടമാണ്. അന്നത്തെ പ്രേക്ഷകൻ സിനിമയായി കണ്ടു സ്നേഹിച്ചു, കലാകാരനെ കലാകാരനായി കണ്ടു സ്നേഹിച്ചു. ഇന്നത്തെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് സിനിമയെ കാണുന്നത് സിനിമയായിട്ടല്ല, കലയായിട്ടല്ല, കലാകാരനായിട്ടല്ല, മറിച്ച് ആ സിനിമയിൽ അഭിനയിക്കുന്ന നായകൻ്റെ ജാതി എന്ത്, മതമെന്ത്, രാഷ്ട്രീയമെന്ത്. എനിക്കൊരു രാഷ്ട്രീയമുണ്ടെങ്കിൽ എൻ്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായി നിൽക്കുന്നവൻ നല്ല നടൻ. എൻ്റെ രാഷ്ട്രീയത്തിന് എതിരായി നിന്നാൽ അവൻ തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ, അവൻ സംഘി, അവൻ കൊങ്ങി, അവൻ കമ്മി, അവൻ മൂരി, അവൻ സുഡാപ്പി, ഇങ്ങനെയുള്ള പേരുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ചെളിവാരി എറിയുന്ന ഒരു പ്രേക്ഷക സംസ്കാരമാണ് ഇന്നുള്ളത്. അന്ന് അതില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ ഞാൻ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു നടൻ്റെ ജാതി ഏത്, മതം ഏത് എന്ന് നോക്കിയാണ് ആ നടൻ്റെ സിനിമ റിലീസാകുമ്പോൾ ആദ്യ ദിവസം അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. നടൻ്റെ ജാതി, സിനിമയുടെ നിലവാരം നോക്കിയല്ല, നല്ല സിനിമയാണോ മോശം സിനിമയാണോ എന്ന് നോക്കിയല്ല,
നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന നടൻ, അവൻ ഏത് മതത്തിൽപ്പെട്ടവൻ, അവൻ്റെ മതം നോക്കി ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നു. ആദ്യ ദിവസം നെഗറ്റീവ് കമൻറ്റുകളിലൂടെ ആ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്നത് എന്താ? ആ നടന്മാർക്കല്ല അതിൻ്റെ നഷ്ടം, മലയാള സിനിമ ഇൻഡസ്ട്രിക്കാണ് നഷ്ടം. പണ്ട് ഈ പൂമ്പാറ്റ പ്രസിദ്ധീകരണം വായിച്ചവരായി എൻ്റെ തലമുറയിൽപ്പെട്ടവർക്കെല്ലാം മറക്കാനാവാത്ത ഒരു പ്രസിദ്ധീകരണമാണ് പൂമ്പാറ്റ. പൂമ്പാറ്റയിൽ പണ്ട് ശങ്കരഗുരുവും ശിഷ്യന്മാരും എന്നൊരു കഥയുണ്ടായിരുന്നു. ആ കഥ ഓർമ്മയുള്ളവരുണ്ടോ? ഈ ശങ്കരഗുരുവും ശിഷ്യന്മാരും എന്ന് പറയുമ്പോൾ പണ്ട് ഈ ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ ഗുരുവിൻ്റെ വീട്ടിൽ ശിഷ്യന്മാർ താമസിച്ച് ഗുരുവിന് വേണ്ടുന്ന വീട്ടുജോലികളൊക്കെ ചെയ്ത് ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ താമസിച്ചാണല്ലോ ഈ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ നടക്കുന്നത്. ശങ്കരഗുരുവിന് 2 ശിഷ്യന്മാരുണ്ട്. ശങ്കരഗുരു ഒരു ദിവസം ഇവർക്ക് പാഠമൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീയൊക്കെ വിറക് കീറിയിട്. അപ്പോൾ 2 ശിഷ്യന്മാരവിടെ വിറക് കീറി ഒരു മരത്തണലിൽ അവിടെ മരത്തിൻ്റെ മൂട്ടിൽ വിറക് കീറിയിട്ടു. അപ്പോഴേക്കും ഗുരു അവിടെ വന്നു. ഇനി കുറച്ച് കഴിഞ്ഞ് പഠിക്കാം, ഇപ്പം ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ മരത്തിൻ്റെ തണലിൽ ആ മരത്തിലേക്ക് ചാരി അവിടെ ഇരുന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെൻ്റെ കാലൊന്ന് തിരുമ്. ഗുരു അവിടെ ആ മരത്തിൻ്റെ മൂട്ടിൽ ചാരി ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി. ശിഷ്യന്മാർ കാല് തിരുമുന്നതിൽ ആര് തിരുമണമെന്നുള്ള തർക്കമായി. 2 പേരും മണ്ടന്മാരാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ തർക്കം ഉണ്ടാക്കണ്ട, നീ വലത്തേക്കാല് തിരുമ്, നീ ഇടത്തേക്കാല് തിരുമ്. ഒരുത്തൻ വലത്തേക്കാല് തിരുമട്ടെ, മറ്റവൻ ഇടത്തേക്കാല് തിരുമട്ടെ. 2 പേരും കാല് തിരുമാൻ തുടങ്ങി. ഗുരു മരത്തെ ചാരി ഇരുന്ന് ഉറങ്ങാനും തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വീണ്ടും തർക്കമായി. ഞാൻ തിരുമുന്ന കാല് നല്ല കാല്, എത്ര സുന്ദരമായ കാല്, ഇത് നല്ല ദൃഢമായ കാലാണ്, നിൻ്റെ കാല് മോശമാണ്. അപ്പോൾ മറ്റേ ശിഷ്യൻ ഉടനെ ഇങ്ങോട്ട് പറയുന്നു, അതല്ലല്ല, നിൻ്റെ കാല് മോശം കാല്, എൻ്റെ കാലാണ് നല്ല 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 രക്തം, ഞാൻ തിരുമി നല്ല രക്തമോട്ടം ഉണ്ടാക്കിയ കാലാണ്, വളരെ നല്ല കാലാണ്, നിൻ്റെ കാല് മോശം കാലാണ്. ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ ശിഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ഗുരു ഇതൊന്നും അറിയുന്നില്ല, മരത്തിൽ ചാരിയിരുന്ന് മയങ്ങുകയാണ്. അപ്പോൾ ഈ ഇടത്തേക്കാല് തിരുമുന്ന ശിഷ്യൻ അവിടെ കിടന്ന് ഒരു വിറകുള്ളി എടുത്ത് വലത്തേക്കാല്, ഗുരുവിൻ്റെ വലത്തേക്കാലിൻ്റെ മുട്ടിന് താഴെ തല്ലിയൊടിച്ചു. ഗുരു നിലവിളിച്ചുകൊണ്ട് ഞെട്ടി ഉണർന്നു. അപ്പോൾ മറ്റേ ശിഷ്യൻ, നീ എൻ്റെ കാല് തല്ലിയൊടിച്ചു, എന്നാൽ ശരി നിൻ്റെ കാല് ഞാനും തല്ലിവിടാ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വേറൊരു വിറകുള്ളി എടുത്ത് ഗുരുവിൻ്റെ മറ്റേ കാലും തല്ലിയൊടിച്ചു. നഷ്ടമാർക്കാ ഗുരുവിനാണ്. ശിഷ്യന്മാർക്ക് വല്ല നഷ്ടമുണ്ടോ? മലയാള സിനിമയെ ഇന്ന് സ്വന്തം കാലിൽ നിലനിർത്തുന്ന 2 മഹാനടന്മാരെയാണ് അവർ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഈ വിറകുള്ളി എടുത്ത് ഫാൻസ് എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജീവികൾ, ഒരുതരം നികൃഷ്ട ജീവികൾ ഈ 2 കാലുകളിലായി തല്ലി ഒടിക്കുമ്പോൾ, ആദ്യ ദിവസം സിനിമയുടെ ഡീഗ്രേഡിങ് നടക്കുമ്പോൾ അവർ തല്ലി ഒടിക്കുന്നത് തങ്ങളുടെ എതിരാളിയുടെ കാലുകളല്ല, മറിച്ച് മലയാള സിനിമ എന്ന മഹാ ഇൻഡസ്ട്രിയുടെ കാലുകളാണ് ഇവർ തല്ലി ഒടിക്കുന്നത്. അങ്ങനെ ഇല്ലാത്ത സിനിമയെ സിനിമയായി കണ്ട, സിനിമയെയും കലാകാരന്മാരെയായി കണ്ട ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായിരുന്നു ജയൻ എന്നുള്ളത് കൂടിയാണ് അദ്ദേഹത്തോട് എനിക്കുള്ള ആദരവ്. ഈ പരിപാടി ഇവിടെ നല്ല രീതിയിൽ നടത്തിയ ജയദീപം ഫാൻസ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജയൻ ആരാധക സംഘടനയാണ്. മറ്റ് സംഘടനകൾ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചമായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ജയൻ എന്ന മഹാനടൻ്റെ യശസ് വീണ്ടും ദീർഘകാലം നിലനിർത്താൻ കഴിയുന്ന വിധത്തിൽ ഈ സംഘടന കൂടുതൽ കാലം ശക്തമായ നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയദീപം ഫാൻസ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ആളുകൾക്കും ഹാർദവമായി അഭിനന്ദനവും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി.